മുത്തുംപവിഴത്തിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. നമ്മളൊരു പഴയ കാലത്തിലേക്ക് പോവുകയാണ്. ONV സാറിൻ്റെ പാട്ടുകളുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ സീരീസിലൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മിക്ക പാട്ടുകളിലും പാടുക അല്ലെങ്കിൽ പാടി അല്ലെങ്കിൽ പാട്ട് എന്നൊരു വാക്കുണ്ട്. അത് ഏതെല്ലാം ചിത്രത്തിലെ ഗാനങ്ങളിലെന്നാണ് നമ്മുടെ അന്വേഷണ വിഷയം. കാട്ടുപൂക്കൾ എന്നുള്ള ചിത്രമാണ്. ഇതിൽ ഈ ഗാനരചനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ പാട്ട് അവർ അവിടുന്ന് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും പറയുന്നത് ഗാനരചന ബാലമുരളി, സംഗീതം ജി ദേവരാജൻ എന്നാണ് പറയുന്നത്. ബാലമുരളി എന്ന് പറയുന്നത് സാക്ഷാൽ ONV സാറ് തന്നെയാണ്. ONV എന്നുള്ള ത്രയാക്ഷരം. കാരണം അന്ന് ആ കാലത്ത് ജോലിയുള്ളവർക്കെല്ലാം അങ്ങനെ അതേ സ്വയം പേര് വെച്ചിട്ട് എഴുതാൻ പാടില്ല, അതൊരു നിയമം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു തൂലികാ നാമം പെന്നെയും പോലെ ഉപയോഗിച്ചിരുന്നതാണ് ബാലമുരളി. അപ്പോൾ ഇന്നും ആ റെക്കോർഡ് നോക്കിയിട്ട് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത് ബാലമുരളി എന്നാണ്. ONV സാറാണെന്ന് അറിയാമെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദേവരാജ മാസ്റ്ററാണ് സംഗീതം, പറയണ്ടല്ലോ, മഹാനായ സംഗീതജ്ഞൻ. അവർ തമ്മിലുള്ളൊരു ചേർച്ച ഒരുപാട് ഗാനങ്ങളിലുണ്ട്, നമുക്ക് പിറകെ വരാം. ഈ ഗാനം യേശുദാസ് സാറാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യകാലത്തെ ശബ്ദം മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവടെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ പാടുകില്ലേ വീണമീട്ടുകില്ലേ. നോക്കൂ, തുടക്കത്തിൽ തന്നെ മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരയാകുന്ന ഈ പൂവിൽ മാണിക്യ വീണയും കൊണ്ട് പൂവിലാ ഉറങ്ങുന്നവളെ നീ പാടുകില്ലേ എന്നാണ് ഉറങ്ങുന്നവളോട് തന്നെ ചോദിക്കുകയാണ്. പാടുകില്ലേ നീ വീണ മീട്ടുകില്ലേ നിൻ്റെ വേദന എന്നോട് ചൊല്ലി പാടുക. അതിക്കൊന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ വളരെ കൗമാര യൗവനകാലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഈ വാക്ക് നിഴലിച്ചിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇത് നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ചിത്രം ഊഴം. ഒരു പ്രത്യേക ജോണറിൽപ്പെട്ട ഒരു ചിത്രമാണ്. നല്ലൊരു സിനിമയാണ്, നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു അന്വേഷണാത്മകമായ ഒരു ചിത്രം തന്നെയാണ്. ഇതിലൊരു മനോഹരമായ ഗാനമുണ്ട്. അർജുന മാസ്റ്റർ, ദേവരാജ മാഷിൻ്റെ ശിഷ്യൻ കൂടിയായ അർജുന മാസ്റ്ററാണ് ഇതിൻ്റെ സംഗീത സംവിധാനം ഒരുക്കുന്നത്. അർജുന മാഷും ONV സാറും തമ്മിലുള്ളൊരു റയർ ഒരു കോമ്പിനേഷനാണ്. ജി വേണുഗോപാൽ എന്നുള്ള ഗായകനാണ് ഇത് പാടിയിരിക്കുന്നത്. കാണാനഴകുള്ള മാണിക്യക്കുയിലേ കടറുമാസം കഴിഞ്ഞില്ലേ അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പിൽ പെൺകുയിലാളത്തു വന്നാട്ടെ നിന്റെ പെൺകുയിലാളത്തു വന്നാട്ടെ. ഇങ്ങനെ പല്ലവി അതിമനോഹരമായി തുടങ്ങും. കാണാനഴകുള്ള മാണിക്യക്കുയിലേ. ഇതിൻ്റെ അനുപല്ലവിലാണ് ആ പദം വരുന്നത്. കല്ലിനുള്ളിലെ ഉറവയുണർന്നു ലല്ലല മുഴുകി കുളിരരുവി കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ. കണ്ടോ, കല്ലുപോലും അലിയുന്ന ആ പാട്ട് ചുരത്തുന്ന നിൻ്റെ ചെല്ലക്കുടവുമായി വന്നാട്ടെ എന്ന് പറഞ്ഞാണ് ചരണം അവസാനിപ്പിക്കുന്നത്. അവിടെയും അദ്ദേഹം തൻ്റെ ആ പാടുക അല്ലെങ്കിൽ പാട്ടെന്നുള്ളൊരു വാക്ക് ഈ ചിത്രത്തിലെ ഗാനത്തിലും ONV സാറ് പ്രയോഗിക്കാതിരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏത് ഗാനങ്ങൾ, ഏത് സിറ്റുവേഷൻ, ഏതെല്ലാം കൊടുത്താലും അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകത പല പല ബിംബങ്ങൾ, പല പല ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരാറുണ്ട്. ശരിക്കും നമ്മളെന്താ പറയുക, ഒരു ചിത്രം കാണുന്ന പോലെ നമ്മളിത് കാണുന്നുണ്ട്. കൃതഹസ്തൻ എന്നും കൂടെ ഒരു ONV സാറിനൊരു പേര് നിരൂപകർ എല്ലാവരും പറയാറുണ്ട്. വളരെ കൈയടക്കത്തോടു കൂടി ചെറിയ വരിയിൽ വലിയ ആശയം തന്നെയാണ് അദ്ദേഹം ഒരുക്കുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹം തൻ്റെ പാടുക എന്നുള്ള സുസിദ്ധമായ വാക്കിൽ നിന്നും ഒരിക്കലും മോചനാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് 2 ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങളിലെ ഗാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്, ഈ വാക്കിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ആ രത്നങ്ങളുമായിട്ടുള്ള ശേഖരത്തിലേക്ക് വേണ്ടിയിട്ട് യാത്ര തുടരാം. കടലിലൂടെ അനന്തമായ യാത്ര തുടരുകയാണ്. ഇതെല്ലാം മുത്തുകളുടെ രത്നങ്ങളാണ് കിട്ടുന്നതെന്ന് ആർക്കറിയാം. വീണ്ടും കാണാം.